യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷ പ്രിയയുടെ മോചനത്തിനായി അമ്മ പ്രേമകുമാരി യമനിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ശനിയാഴ്ച കൊച്ചിയിൽ നിന്നാണ് ഇവർ യമനിലേക്ക് യാത്ര പുറപ്പെടുക. യമൻ പൗരൻ തലാൽ അബ്ദുമഹീദി 2017 കൊല്ലപ്പെട്ട കേസിലാണ് നിമിഷ പ്രിയയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. ശിക്ഷയിൽ ഇളവു നൽകണമെന്ന നിമിഷ പ്രിയയുടെ ഹർജി നേരത്തെ യമൻ കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെ നൽകിയ അപ്പീൽ യമൻ സുപ്രീം കോടതിയും തള്ളിയിരുന്നു. ശരീഅത്ത് നിയമപ്രകാരമുള്ള ദയാധനം കൊല്ലപ്പെട്ട തലാൽ അബ്ദുമഹീദിന്റെ കുടുംബം സ്വീകരിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിമിഷ പ്രിയയുടെ കുടുംബത്തിന്റെ വാദം. ഇതിനായുള്ള ചർച്ചയ്ക്കാണ് ഇപ്പോൾ പ്രേമകുമാരി യമനിലേക്ക് പോകുന്നത്. യമനിലേക്ക് പോകാൻ ഇവർക്ക് ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷ പ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമും യമനിലേക്ക് പോകുന്നുണ്ട്. ശനിയാഴ്ച കൊച്ചിയിൽ നിന്ന് മുംബൈ വഴിയാണ് ഇരുവരും യാത്ര തിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് യമനിലെ എയ്ഡൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് ആദ്യം എത്തുക. അവിടെ നിന്ന് കരമാർഗം സനയിലേക്ക് പോകും. ഇരുവരും സനയിലെ ജയിലിലെത്തി നിമിഷപ്രിയയെ സന്ദർശിച്ചേക്കും. നിലവിൽ യമനിലെ സർക്കാരുമായി ഇന്ത്യക്ക് ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ല. ഈ സാഹചര്യത്തിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് യമനിലെ ചർച്ചകൾക്കുള്ള ക്രമീകരണം ഒരുക്കുന്നത്. നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നടത്തുകയും വിദേശകാര്യ മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നത് അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ്. നിമിഷപ്രിയയുടെ കുടുംബം യമൻ സന്ദർശിച്ചാൽ അവിടെ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരിന് സാധിക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ തനൂജ് ശങ്കർ അമ്മ പ്രേമകുമാരിയെ അറിയിച്ചിരുന്നു. 2017 ജൂലൈ 25-നാണ് കേസിനാസ്പദമായ സംഭവം. യമൻ പൗരൻ തലാൽ അബ്ദുമഹീദിയെ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്നതാണ് കേസ്. യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായിക്കാമെന്ന് പറഞ്ഞ തലാൽ തന്റെ പാസ്പോർട്ട് പിടിച്ചെടുക്കുകയും ലൈംഗിക വൈകൃതം ഉൾപ്പെടെയുള്ള ക്രൂരപീഡനങ്ങൾക്കിരയാക്കുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് തലാൽ മരണമടഞ്ഞതെന്നാണ് നിമിഷപ്രിയയുടെ വാദം. തലാൽ മഹദിയെ താൻ കൊലപ്പെടുത്തിയിട്ടില്ലെന്നും മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തുക മാത്രമായിരുന്നുവെന്നും നിമിഷപ്രിയ പറയുന്നു. പക്ഷേ കോടതി ഈ വാദങ്ങൾ തള്ളിക്കളയുകയായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ദയാധനം നൽകാൻ ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ യാചകയാത്ര നടത്തി 34 കോടി രൂപ സമാഹരിച്ചുവെന്ന ശുഭവാർത്തയ്ക്കു പിന്നാലെയാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ഊർജിതമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മിറർ. സുവർണ സ്വപ്നങ്ങൾക്ക് പൂർണ്ണതയേകാൻ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചുകൊണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമുകൾ ഇതാ നിങ്ങൾക്കായി. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഏപ്രിൽ 21 രാവിലെ 11 മണിക്ക് തലശ്ശേരിയിലും 4 മണിക്ക് കണ്ണൂരിലെ താവക്കരയിലും തുറക്കുന്ന അത്യപൂർവമായ ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അത്യാകർഷകമായ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനൊപ്പം മനസ്സിനിണങ്ങിയ സ്വർണം പണത്തിനൊത്ത മൂല്യത്തിൽ സ്വന്തമാക്കാനുള്ള ഈ സുവർണ അവസരം ഇനി നിങ്ങൾക്ക് സ്വന്തം.